വെള്ളിയാഴ്ച ദിവസം ആ പള്ളിയുടെ ഓരോ കവാടത്തിലും രേഖകളുമായി അഥവാ റെക്കോർഡുമായി മഹാരഥന്മാരായ അല്ലാഹുവിന്റെ മലക്കുകൾ നിൽക്കുന്നുണ്ട്. ആ മലക്കുകൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തരുടെയും പേരുകൾ ആ രേഖയിൽ എഴുതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ രേഖപ്പെടുത്തി വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നിട്ടോ മൻ യഗ്തസല യൗമൽ ജുമുഅത്തി ثم راى فكأنما قرب بدنة അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വെള്ളിയാഴ്ച ഒരാൾ കുളിച്ച് ആദ്യ ഘട്ടത്തിലാണ് അവൻ പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം അവനിക്ക് ലഭിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അല്ലാഹു ഇവിടെ ദാനധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുക. ഒരു ആദ്യഘട്ടം അഥവാ പള്ളിയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഒരു ഒട്ടകത്തിനെ അറുത്ത് അതിന്റെ മാംസങ്ങൾ പാവപ്പെട്ട സാധുക്കളായ ആളുകൾക്ക് വിതരണം ചെയ്താൽ എത്രത്തോളം പ്രതിഫലമുണ്ടോ അത്രത്തോളം പ്രതിഫലം ആദ്യഘട്ടത്തിൽ കടന്നു വരുന്ന ആളുകൾക്കുണ്ട് എന്നാണ്. രണ്ടാമത്തെ സമയത്താണ് അവർ പള്ളിയിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ ഒരു പശുവിനെ അറുത്ത് അതിന്റെ മാംസം പാവങ്ങളായ ആളുകൾക്ക് ദാനധർമ്മം ചെയ്ത ആ പ്രതിഫലം അവർക്കുണ്ട്. മൂന്നാമത്തെ വിഭാഗം മൂന്നാമത്തെ ഘട്ടമായിട്ടാണ് അവൻ പള്ളിയിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ആടിനെ അറുത്ത് അതിന്റെ മാംസം ദാനം ചെയ്ത പ്രതിഫലം അവനിക്കുണ്ട്. നാലാമത്തെ ഘട്ടത്തിലാണ് അവൻ ആ പള്ളിയിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ ഒരു കോഴിയെ അറുത്തുകൊണ്ട് ദാനം ചെയ്ത പ്രതിഫലം അവനിക്കുണ്ട്. അഞ്ചാമത്തെ ഘട്ടത്തിലാണ്, അഞ്ചാമത്തെ രൂപത്തിലാണ് ഘട്ടമായിട്ടാണ് അവൻ പള്ളിയിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലം അവനിക്കുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അങ്ങനെ പള്ളിയുടെ മിമ്പറിലേക്ക് ഖതീബ് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ സലാം പറയാൻ മിമ്പറിലേക്ക് ഖതീബ് അങ്ങോട്ട് പ്രവേശിച്ച് സലാം പറഞ്ഞു കഴിയുമ്പോ ആ മലക്കുകളുടെ അവസ്ഥ എന്താ? മലക്കുകൾ അവരുടെ രേഖകൾ അടച്ചു വെച്ചുകൊണ്ട് ആ ഖുത്ബ കേൾക്കാൻ, ആ ഉത്ബോധനം കേൾക്കാൻ അവർ പള്ളിയിൽ അവിടെ ഇരിക്കുമെന്നുള്ളതാണ്. ആ ഒരു ഭയപ്പാട് ഖതീബിന് വേണം, ആ ഒരു ചിന്ത നമുക്ക് വേണം. അഥവാ നമ്മൾ ഇരിക്കുന്നത് അനുഗ്രഹീതരായ മലക്കുകൾക്കിടയിലാണ്. അവർ നമുക്ക് കാണാൻ സാധ്യമല്ല, അവർ അദൃശ്യരാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള ഗൈബിയായ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്കൃഷ്ടമായ ഒരു ജീവിയാണ് മലക്കുകൾ. അതുകൊണ്ട് ഉത്കൃഷ്ടരായ സമൂഹമാണ് മലക്കുകൾ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ടുകൊണ്ട് അവരെ കാണാൻ സാധ്യമല്ല, അവർ നമ്മളെ കാണുന്നുണ്ട്. പള്ളിയിൽ വരുന്ന ഓരോരുത്തരുടെയും പേരുകൾ അവർ എഴുതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പള്ളിയുടെ മിമ്പറിലേക്ക് ഖതീബ് കയറുന്നതോടുകൂടെ ആ രേഖകൾ അടച്ചു വെച്ചുകൊണ്ട് ആ പള്ളിയിൽ അവര് ഖുത്ബ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നു. മറ്റൊരു ഹദീസിലുള്ളത് അവിടെ ഏടവർ മടക്കി വെക്കുന്നു എന്നുള്ളതാണ്. സഹോദരന്മാരെ, പിന്നീട് വരുന്നവരുടെ പേരുകൾ ആ രേഖയിൽ ഉണ്ടാവില്ല എന്നാണ്. പിന്നീട് വരുന്നവരുടെ പേരുകൾ ആ രേഖയിൽ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഓരോരോ പ്രവർത്തനങ്ങളും ഓരോരോ കർമ്മങ്ങളും എഴുതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതെല്ലാം ഇവിടുന്ന് മലക്കുകൾ നിർവഹിച്ചു കൊണ്ടുവരുന്നു. രാവിലെ എല്ലാ ദിവസവും രാവിലെ സുബഹിക്ക് അനുഗ്രഹീതരായ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നു. ആ സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് ആ മനുഷ്യന്മാർ അഥവാ വിശ്വാസികൾ ഏതൊരു നിലപാടിലാണോ ആ നിലപാടിനെ കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് അല്ലാഹുവിന്റെ അരികിൽ അത് സമർപ്പിക്കുന്നു. ഇറങ്ങി വരുമ്പോൾ മറ്റൊരു വിഭാഗം ആ രേഖയുമായി അവർ ഉയർന്നു പോകുന്നു. അതുപോലെ തന്നെ അസ്ർ നമസ്കാരത്തിന്റെ സമയത്ത് ഇങ്ങനെ എല്ലാ ദിവസവും സുബഹിക്കും അതുപോലെ തന്നെ അസ്റിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്ന അനുഗ്രഹീതരായ മലക്കുകൾ ഇവിടെ വരികയും നമ്മുടെ അവസ്ഥയെക്കുറിച്ച്, നമ്മൾ ഏതൊരു അവസ്ഥാവിശേഷത്തിലാണോ, നമ്മൾ ഏതൊരു ആരാധനയിലാണോ, നമ്മൾ ഏതൊരു അവസ്ഥയിലാണോ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് അല്ലാഹുവിന്റെ അനുഗ്രഹീതരായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അത് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും ഒരാഴ്ചത്തെ അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. അതുപോലെ വെള്ളിയാഴ്ച. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതരായ രണ്ട് മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നന്മകളും നമ്മുടെ തിന്മകളും എല്ലാ
അതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന ഒരു രേഖ. ആ രേഖയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം രേഖപ്പെടുത്തി വെച്ച് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ വിചാരണ നാളില് ആ ഗ്രന്ഥം നമ്മുടെ കൈകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തരികയാണ്. ആ സത്യവിശ്വാസികളായ ആളുകൾക്ക് അവന്റെ വലത് കൈയിലാണ് ആ ഗ്രന്ഥം കൊടുക്കുന്നത്. ആ ഗ്രന്ഥം കൊടുക്കുന്നു. അതുപോലെ തന്നെ സത്യനിഷേധികളായ ആളുകൾക്ക് അവന്റെ മുതുകിലൂടെ അവന്റെ ഇടത് കൈയിലാണ് ആ ഗ്രന്ഥം നൽകുന്നത്. ആ ഗ്രന്ഥം നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വായിച്ചു നോക്കാൻ പറയും. കണ്ടോ, വായിച്ചു നോക്കാൻ പറയും. ഫഖറ കിതാബക യാ അബ്ദി അലാ മുഹ്ലി ഫഹൽ തറാ ഫീഹാ ഫൻ ഗൈറ മാ കാന. ഫഖറ കിതാബക യാ അബ്ദി, എന്റെ അടിമേ, എന്റെ പ്രിയപ്പെട്ട ദാസ, ഇതാ നിന്റെ ജീവിതത്തിന് നിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്തേക്ക് വന്ന് മലക്കുൽ മൗത്ത് നിന്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരുന്ന ആ സെക്കൻഡ് വരെ നിന്റെ ജീവിതത്തിൽ നീ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, നീ എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, നിന്റെ അനക്കങ്ങളും നിന്റെ അടക്കങ്ങളും നിന്റെ സംസാരങ്ങളും നിന്റെ ഹൃദയത്തിന്റെ ചിന്തകളും അങ്ങനെ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഗ്രന്ഥം ഇതാ നിന്റെ കൈകളിൽ നൽകുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫഹൽ തറാ ഫീ ഹർഫൻ ഗൈറ മാ കാന. അത് വായിച്ചു നോക്കിയേ. അത് വായിച്ചു നോക്കിയിട്ട് നീ പറഞ്ഞതും നീ പറയാത്തത് അല്ലെങ്കിൽ നീ ചിന്തിക്കാത്ത എന്തെങ്കിലും എന്റെ വക ഞാൻ അതിൽ എഴുതി കൂട്ടിയിട്ടുണ്ടോ? ആ സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നതാണ്. നമ്മളിത് വായിച്ചു നോക്കും. നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ അതിൽ കാണുക എത്ര വെള്ളിയാഴ്ച പള്ളിയിൽ പങ്കെടുത്തു. കാരണം എന്താ? ആ രേഖയിലില്ല. രേഖയിലില്ലാത്ത കാരണം എന്താ? മിമ്പറില് ഖതീബ് കയറിയതിന് ശേഷം നമ്മൾ ആ ദിവസത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഒരു ചടങ്ങ്, വെള്ളിയാഴ്ച ഒരു ചടങ്ങ് ഉണ്ടാ, മുസ്ലിം ആണെന്ന് അറിയപ്പെടാൻ പലർക്കും മാറി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാ കുറച്ച് കാലഘട്ടം മുമ്പൊക്കെ മുസ്ലിം ആണെന്ന് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ ചില ചിഹ്നങ്ങളും അതുപോലെ തന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാനുള്ളതാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ പോയ മുസ്ലിമാണ്. അതുപോലെ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുക, ഇത് രണ്ടെണ്ണം പങ്കെടുത്തു കഴിഞ്ഞാൽ അവർ മുസ്ലിമാണെന്ന് അല്ല സഹോദരങ്ങളെ. വെള്ളിയാഴ്ച തന്നെ ആ ചടങ്ങ് നിർവഹിക്കാൻ വരുന്നത് എപ്പോഴാണ്? ആളുകൾ വരുന്ന രൂപം കണ്ടോ നിങ്ങള്? നേരത്തെ വന്ന് അവിടെ ചെരുപ്പൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയിൽ സെറ്റപ്പ് ആക്കി വെച്ച് നേരത്തെ കയറിയ ആളുകളുണ്ട്. ആ ആളുകൾ നേരത്തെ പള്ളിയിൽ വന്ന് നേരത്തെ മുമ്പത്തെ സഫിൽ തന്നെ അവർ ഇടം പിടിച്ച് അവർ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുക. ഈ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ എന്താ സ്കൂളിൽ അങ്ങോട്ട് വന്ന് ആ ചെരുപ്പൊക്കെ തട്ടി മാറ്റി ഒരു പ്രത്യേകമായ ഒരു ചാടിക്കയറ്റമാണ്, പ്രത്യേകമായ ഒരു സ്പീഡാണ്. അത് പാടില്ല. സാവകാശം നമ്മൾ നേരത്തെ ചിന്തിക്കുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. എന്ത് ബിസിനസ് ഉണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മാറ്റിവെക്കണം. അല്ലാഹു നമുക്ക് നൽകിയ സുന്ദരമായ മഹത്വമേറിയ ദിവസമാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അവിടെ വരിക. ഇമാമ ഖുതുബക്ക് വേണ്ടി മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ആ ഖുതുബ ശ്രമിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുക. അങ്ങനെ ഇരുന്നാൽ ആ മലക്കുകളുടെ രേഖയിൽ നമ്മുടെ പേരുണ്ടാകും. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ആ രേഖ നമ്മുടെ കൈകളിൽ നൽകുമ്പോൾ ആ രേഖയിൽ നമ്മൾ ഉണ്ടാവും. അതല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, കുറ്റവാളികളായ ആളുകളുടെ കൈകളിൽ ആ രേഖകൾ കിട്ടുമ്പോൾ അവർ വിലപിക്കുന്ന ഒരു വിലാപത്തെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുആദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. വയഖൂലൂന, കുറ്റവാളികൾ വിലപിക്കുകയാണ്. ആ ഗ്രന്ഥം വായിച്ചു നോക്കി താൻ ചെയ്ത നന്മകളൊന്നും അതിൽ കാണുന്നില്ല. ഒരുപാട് തിന്മകളാണ്, കൂമ്പാരമായ തിന്മകളാണ്. അതുകൊണ്ട് അവൻ നരകത്തിന്റെ അവകാശിയാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുമ്പോ അവൻ പറയുന്നൊരു വാക്കാണ് യാ വൈലതന, നിങ്ങളുടെ നാശമേ, മാ ലിഹാദൽ കിതാബ്, ഇതെന്തോരു ഗ്രന്ഥമാണ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ. ലാ യുആദിറു സഖമൻ വലാ ലാ യുആദിറു ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ലാ യുആദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ എന്റെ അനക്കങ്ങളും എന്റെ സംസാരങ്ങളും എന്റെ ചലനങ്ങളും എന്റെ മനസ്സിന്റെ വികാരങ്ങളും അതുപോലെ തന്നെ ഞാൻ ചിന്തിച്ചതും പറഞ്ഞതും ആംഗ്യങ്ങളും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥമാണല്ലോ ഇത്, ഇതൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് വിലപിക്കുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്ന പവിത്രമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കി
എല്ലാ വെള്ളിയാഴ്ചയും ആ ഒരു ദിവസത്തെ പ്രത്യേകമായി കണ്ടുകൊണ്ട് വെള്ളിയാഴ്ച ജുമാക്ക് നേരത്തെ വന്ന് ആ ആരാധന കർമ്മങ്ങൾ, ആ സുന്നത്തായ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് നല്ല തഖ്വയോടുകൂടി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു